ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്കും പങ്കുചേരാം. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം. പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം ലഭിക്കും. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, പരീക്ഷകളുടെ ഒരു ലോകത്തിലാണ് ഓരോ മനുഷ്യനും അനുദിനം കടന്നു പോകുന്നത്. ഈ പരീക്ഷകളെ എപ്രകാരം അതിജീവിക്കണമെന്നും ഈ പരീക്ഷകളുടെ മുമ്പിൽ എപ്രകാരം വിജയിക്കണമെന്നും യേശു തൻ്റെ പരസ്യ ജീവിതത്തിലെ പരീക്ഷണങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്നാപയോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച ഈശോ പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ഈശോ ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് മരുഭൂമിയിലാണെന്ന് നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങളിൽ ഈശോ എപ്രകാരമാണ് പരീക്ഷകളെ തോൽപ്പിച്ച് ജീവൻ്റെ കിരീടം നേടാമെന്ന് നമുക്കൊരു മാതൃക നൽകുന്നുണ്ട്. മനുഷ്യ ചരിത്രം തന്നെ 2 വ്യക്തികളുമായി ചുറ്റിപ്പറ്റി കറങ്ങുന്നുവെന്ന് വേണമെങ്കിൽ പറയാം. ആദത്തിലും അതുപോലെ തന്നെ ക്രിസ്തുവിലും. ആദം പർദീസയിൽ വെച്ച് പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ആദം ആ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. അതിനെ തുടർന്ന് ഒരു ചരിത്രം നമ്മൾ കാണുന്നുണ്ട്. രണ്ടാമത് നമ്മൾ കാണുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവും പരീക്ഷണങ്ങളിലൂടെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നു. എന്നാൽ ക്രിസ്തു ആ പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഒരു പുതിയ ജീവിത അവസ്ഥയിലേക്ക് ലോകത്തെ നയിക്കുന്നതും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 18 നമ്മൾ വായിക്കുന്നു, അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുവാൻ അവന് കഴിയും. മനുഷ്യജീവിതത്തിൽ അവൻ ഏതൊക്കെ തലത്തിലുള്ള പരീക്ഷണങ്ങളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈശോ ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഈശോ നമ്മുടെ മുമ്പിൽ നമുക്ക് നൽകുന്ന മാതൃക, മനുഷ്യജീവിതത്തിലും ഇതുപോലെ പരീക്ഷകളെ അതിജീവിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൽ ആശ്രയിച്ചാൽ, യേശുവിൽ ആശ്രയിച്ചാൽ പരീക്ഷകളെ തോൽപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 15 നമ്മുടെ ബലഹീനതകളിൽ നമ്മളോടൊത്ത് സഹതപിക്കുവാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്, പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. പ്രിയമുള്ളവരെ, കുരിശിൻ്റെ മാർഗം കൂടാതെ തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് 3 കുറുക്കു വഴികളുമായിട്ടാണ് പ്രലോഭകൻ ഈശോയെ സമീപിക്കുന്നത്. ഈശോ കുരിശിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് വന്നു. ഈശോയ്ക്ക് ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് പിശാച് 3 കുറുക്കു വഴികളാണ് ഈശോയുടെ മുമ്പിൽ വയ്ക്കുന്നത്. എന്നാൽ ഈശോ ഈ 3 പരീക്ഷകളെയും അതിജീവിക്കുന്നതായിട്ട് കാണാം. ഒന്നാമത് ശരീരവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണമാണ് കല്ലുകളെ അപ്പമാക്കുക. ശാരീരികമായ വിശപ്പ് മാറ്റുവാനായി കല്ലുകളെ അപ്പമാക്കുവാനായിട്ട് പിശാച് ഈശോയോട് ആവശ്യപ്പെടുകയാണ്. ശാരീരികമായ പ്രലോഭനങ്ങളിലൂടെ ഓരോ മനുഷ്യനും ഇന്നും കടന്നു പോകുന്നുണ്ട്. മോഹമാകാം, രതിയാകാം, ഭോജനപ്രിയമാകാം. ഇങ്ങനെയുള്ള ഈ ശരീരവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിലൂടെ മനുഷ്യൻ ഇന്നും കടന്നു നീങ്ങുന്നുണ്ട്. എന്നാൽ പലരും ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാതെ ആ പരീക്ഷണങ്ങളിൽ തകർക്കപ്പെടുവാനായിട്ട് ഇടയാകുന്നത് നമ്മൾ കാണുന്നു. രണ്ടാമത് പ്രലോഭകൻ ഈശോയുടെ മുമ്പിൽ വരുന്നത് മനസ്സിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണവുമായിട്ടാണ്. കാരണം അഹങ്കാരത്തിൻ്റെ മനോഭാവവുമായിട്ട്, അതായത് നിഗളം, അഹങ്കാരം, അതായത് ദൈവമെല്ലാം നോക്കിക്കൊള്ളും, നീ മുകളിൽ നിന്ന് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ ആ തിന്മ പിശാച് ഈശോയുടെ മുമ്പിൽ വയ്ക്കുകയാണ്. നീ ചാടുക, കാരണം സങ്കീർത്തനം 91 പറയുന്നുണ്ട്, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കത്തക്ക വിധം ദൈവദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും. അപ്പോൾ മുകളിൽ നിന്ന് ചാടുന്നവനെ താങ്ങിക്കൊള്ളും ദൈവം എന്നുള്ള ആ ഒരു ചിന്ത പിശാച് കൊടുത്തിട്ട് അഹങ്കാരത്തിൻ്റെ ഭാഷയുമായി പിശാച് പ്രലോഭിപ്പിക്കുകയാണ്.
ഇന്നും പ്രിയമുള്ളവരെ അഹങ്കാരത്തോടെ ജീവിതത്തെ നോക്കിക്കാണുന്ന, ജീവിതത്തിൽ നിലപാടുകൾ എടുക്കുന്ന വ്യക്തികളെയും നമുക്ക് കാണാം ഈ പരീക്ഷണം അവരും അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഈശോ ഈ തിന്മയെ, പിശാചിൻ്റെ ഈ പ്രലോഭനത്തെ ഈശോ അതിനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. മൂന്നാമത് നമ്മൾ കാണുന്നത് വസ്തുക്കളുമായിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ആധുനിക മനുഷ്യൻ ഇന്നും ഈ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. വസ്തുക്കളുമായുള്ള ചില അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം. കാരണം എത്ര കിട്ടിയാലും തൃപ്തിയില്ല, എല്ലാം നേടണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ ആ ഒരു താല്പര്യത്തോടു കൂടി ഇന്ന് മനുഷ്യൻ ഈ പരീക്ഷണങ്ങളിൽ വീണു പോകുന്നുണ്ട്. എന്നാൽ പിശാച് യേശുവിനെ ദേവാലയത്തിൻ്റെ മുകളിൽ കാണിച്ച് എല്ലാം ഇതും കാണിച്ചു കൊടുത്തിട്ട്, ലോകത്തിലെ സകല വസ്തുക്കളും കാണിച്ചിട്ട് പിശാച് പറയുന്നുണ്ട്, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഞാൻ നിനക്കിതൊക്കെ തരാമെന്ന്. എന്നാൽ ഈശോ ആ പരീക്ഷണത്തെയും അതിജീവിക്കുകയാണ്. കാരണം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടമായാൽ, ദൈവത്തെ മറന്ന് നിലപാടുകൾ എടുത്താൽ അത് ഒന്നിനും ഉപകരിക്കുകയില്ല എന്നുള്ള ബോധ്യം ലോകത്തിന് നൽകുവാനായി ഈശോ ഈ പരീക്ഷണത്തെയും തോൽപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യ പിതാക്കന്മാർ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടപ്പോൾ ഇതാ നമുക്കൊരു മാതൃക നൽകുവാനായിട്ട്, മനുഷ്യജീവിതത്തിൽ വിജയത്തിൻ്റെ മാതൃക നൽകുവാനായിട്ട് ഈശോ ഈ 3 പരീക്ഷണങ്ങളിലൂടെയും കടന്നുപോയി അതിനെ തോൽപ്പിക്കുകയാണ്. നമുക്ക് ഇത് ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകളിലും, ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ഈ 3 പരീക്ഷണങ്ങൾ ഇന്നും മനുഷ്യജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, യൗവനത്തിൻ്റെ കാലഘട്ടത്തിൽ, യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ജഡത്തിൻ്റെ മോഹങ്ങൾ, ജഡത്തിൻ്റെതായിട്ടുള്ള രതിവികാരങ്ങൾ മുന്നിട്ട് നിൽക്കുമെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതൊരു പരീക്ഷണമാണ്. മനുഷ്യജീവിതത്തിലെ യുവത്വത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പരീക്ഷണമാണ്. ഇവിടെ വിജയിക്കുവാനായിട്ട് കഴിയണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, നമ്മൾ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ മനസ്സിൻ്റെ ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്. മനസ്സിൻ്റെ മോഹങ്ങളുമായിട്ട് അഹങ്കാരത്തിൻ്റെ മനോഭാവത്തിലൊക്കെ നിലപാടുകൾ എടുക്കുന്നവരെ കാണാനായിട്ട് സാധിക്കും. വാർദ്ധക്യത്തിലെത്തുമ്പോഴെന്താണ്, അത്യാഗ്രഹത്തിൻ്റെ ചിന്തകൾ വരും. കാരണം വിട്ടുകൊടുത്തിട്ട് എല്ലാം പോകേണ്ടതാണെന്നുള്ള മനോഭാവം നഷ്ടപ്പെടുത്തിയിട്ട് വാരിക്കൂട്ടാനായിട്ട്, പിടിച്ചു വയ്ക്കാനായിട്ടുള്ള ഒരു മനസ്സ് വാർദ്ധക്യത്തിൽ വ്യക്തികളിൽ രൂഢമൂലമാകുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഈ 3 കാലഘട്ടത്തിലും അതുപോലെ തന്നെ ഈ 3 തലങ്ങളിലൂടെ കടന്നു വരുവാൻ സാധ്യതയുള്ള പരീക്ഷകളെ യേശു എങ്ങനെ തോൽപ്പിച്ചുവെന്ന് നമുക്കൊന്ന് ധ്യാന വിഷയമാക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, ആദ്യത്തെ പരീക്ഷണം എന്ന് പറയുന്നത് കല്ലുകളെ അപ്പമാക്കുക. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം ഈശോയുടെ അടുക്കലേക്ക് പ്രലോഭകൻ വന്നിട്ട് പറയുകയാണ്, ഈ കല്ലുകളെ അപ്പമാക്കാനായിട്ട് പറയുക. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇന്ന് ആധുനിക മനുഷ്യൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ചോദിക്കുകയാണ്, മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രശ്നം എന്താണ്? അത് ശരീരത്തിൻ്റെ ആവശ്യമാണോ അതോ ആത്മാവിൻ്റെ ആവശ്യമാണോ? ഇന്ന് ആധുനിക മനുഷ്യൻ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അതാണ് മനുഷ്യൻ്റെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നിലപാടുകൾ എടുക്കുകയാണ്. ഭൗതിക മനുഷ്യൻ അവൻ പറയും, മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവൻ്റെ അപ്പത്തിൻ്റെ പ്രശ്നം തന്നെയാണ്, അപ്പത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. എന്നാൽ യേശു ഈ പരീക്ഷയെ അതിജീവിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, മനുഷ്യൻ്റെ ആത്യന്തികമായ പ്രശ്നം അപ്പത്തിൻ്റെ പ്രശ്നമല്ല, ആത്മാവിൻ്റെ പ്രശ്നമാണ്. ദൈവം ഓരോ മനുഷ്യനെയും ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ശാരീരികമായ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കേണ്ടതല്ല, ആത്മാവിൻ്റെ ജീവന് വേണ്ടിയുള്ള ഒരു ജീവിതമുണ്ട്. കാരണം ദൈവം നൽകിയ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, ദൈവം നൽകിയ കൃപാവരങ്ങൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, സ്വന്തം ശരീരത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു ലോകത്തിൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നതാണ് യഥാർത്ഥ ജീവിതമെന്ന് ഈശോ ഈ പരീക്ഷണത്തിലൂടെ അതിനെ തോൽപ്പിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം എൻ്റെ ശരീരം ആവശ്യമാണെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ആവശ്യം ആധ്യാത്മികതയാണ്. കാരണം എനിക്കുള്ള ഭൗതികമായ കാര്യങ്ങൾ, നേട്ടങ്ങൾ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതൊരു ശരീരത്തിൻ്റെ ആവശ്യമായിട്ട് മാത്രമായി മാറുന്നു. എന്നാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കുമ്പോൾ അത് ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് ആ മേഖലയെ ഉയർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈശോ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. കാരണം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടാണ് ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാമത്തെ പരീക്ഷണത്തെ അതിജീവിക്കുവാനായിട്ട് ഈശോ എടുക്കുന്ന വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഭൗതികതയെ ഈശോ മാറ്റിവെക്കുന്നില്ല.
കാരണം തൻ്റെ അരികിൽ വന്ന് വചനം ശ്രവിച്ചു കൊണ്ടിരുന്ന മനുഷ്യരുടെ ഭൗതികമായ ആവശ്യം പോലും ഈശോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ തൻ്റെ അടുക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടിരുന്ന ദിവസങ്ങൾ കഴിഞ്ഞ ആ ശ്രോതാക്കൾക്ക് അവരുടെ ഭൗതികമായ വിശപ്പ് മാറ്റുവാൻ ഈശോ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് വാഴ്ത്തി വിഭജിച്ച് അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് അവരെ തൃപ്തരാക്കി വിടുന്നുണ്ട്. എന്നാൽ ആത്യന്തികമായി ആത്മാവിൻ്റെ അവസ്ഥയാണ് ഈശോ ലക്ഷ്യം വയ്ക്കുന്നത്. ആത്മാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി നിലപാടെടുക്കുമ്പോൾ അവൻ്റെ ഭൗതികതയ്ക്കുള്ള മേഖലകൾ ദൈവം ക്രമപ്പെടുത്തും എന്ന് നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ അതിജീവിച്ചുകൊണ്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ എന്താണ്? ആത്മാവിനെ മറന്നുകൊണ്ട് ശരീരത്തിന് വേണ്ടി ഇന്ന് നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിൻ്റെ വിശപ്പുകളെ ശമിപ്പിക്കുവാൻ ഇന്ന് മനുഷ്യൻ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭൗതികമല്ല മനുഷ്യനെന്ന് പറയുന്നത്, ഒരു ഭൗതിക വസ്തുവല്ല, അവനൊരു ആത്മീയ മനുഷ്യനാണെന്ന് കൂടിയുള്ള തിരിച്ചറിവ് ഈ ലോകത്തിന് നൽകുവാൻ ക്രിസ്തു പറയുകയാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് കടന്നു വരുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് അപ്പമല്ല, ആധ്യാത്മികതയാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, ദൈവമേ, അങ്ങിൽ വിലയം പ്രാപിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനായിരിക്കും. ശരീരത്തിൻ്റെതായിട്ടുള്ള ജഡത്തിൻ്റെതായിട്ടുള്ളതൊക്കെ തൃപ്തിപ്പെടുത്തി ജീവിച്ചാലും അവൻ്റെ ഉള്ളിൽ ഒരു അസ്വസ്ഥത എന്നും നിലനിൽക്കും. ഈ അസ്വസ്ഥത മാറ്റാതെ ജഡത്തിന് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറും. ഓരോ വ്യക്തിയും ഇന്ന് ഈ കാലഘട്ടത്തിൽ യേശു കടന്നുപോയ ഒന്നാമത്തെ പരീക്ഷണം, കല്ലുകളെ അപ്പമാക്കുവാനായിട്ടുള്ള പരീക്ഷണം ഇന്നും ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ എപ്പോഴും പിശാച് വയ്ക്കുന്നുണ്ട്. എല്ലാം ഭൗതികതയ്ക്ക് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി, ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ അത് നിവർത്തിക്കുവാൻ വേണ്ടി പിശാച് ഇന്ന് പല രീതിയിൽ പ്രലോഭനങ്ങൾ കൊടുക്കുന്നുണ്ട്. മനുഷ്യൻ ഇതിൻ്റെ പിന്നാലെ അതിനു വേണ്ടി മാത്രം ഓടുന്നത് കൊണ്ട് അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട് മൃതപ്പെട്ട് ഇന്ന് മനുഷ്യൻ അസ്വസ്ഥനായി ജീവിക്കുകയാണ്. ഈ അസ്വസ്ഥതയിൽ നിന്ന് കരകയറണമെങ്കിൽ യേശുവിൻ്റെ മനോഭാവം എടുക്കണം. ശരീരമല്ല, ആത്മാവിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കാനായിട്ടുള്ള ഒരു മനോഭാവം. അപ്പോൾ ജീവൻ്റെ അപ്പമായി ഈ ലോകത്തിലേക്ക് വന്ന ഈശോ ഒന്നാമത്തെ പരീക്ഷയെ തോൽപ്പിച്ചു. ഇതുപോലെ ആത്മാവിൻ്റെ നിറവിൽ യേശുവിൻ്റെ ശരീരവുമായി അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരു ജീവിതം നയിച്ച് ആത്മാവിനെ ബലപ്പെടുത്തുകയാണെങ്കിൽ നമുക്കും കല്ലുകളെ അപ്പമാക്കാനായിട്ടുള്ള പിശാചിൻ്റെ പ്രലോഭനത്തെ നമുക്കും പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. രണ്ടാമത് ഈശോ കടന്നുപോയ പരീക്ഷണം എന്ന് പറയുന്നത് അത് വിശപ്പിൻ്റെ വെളിവെട്ട് അഹങ്കാരത്തിൻ്റെ പരീക്ഷണമാണ് പിശാച് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത് മനുഷ്യൻ അനുദിനം കടന്നു പോകുന്ന വിശപ്പിൻ്റെ പ്രലോഭനമാണ്. ഈശോ അത് പരാജയപ്പെടുത്തി. അത് കഴിയുമ്പോൾ പ്രലോഭനം വീണ്ടും രണ്ടാമത് ഈശോയുടെ മുമ്പിൽ വയ്ക്കുന്നത് അഹങ്കാരത്തിൻ്റെതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 6, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. 91-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ പിശാച് ആ വചനമെടുത്ത് ഈശോയോട് പറയുകയാണ്, എന്താണ്? നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. യേശു പറയുന്നത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കുരിശിനെ മറയ്ക്കുക അല്ലെങ്കിൽ ശക്തി തെളിയിക്കുവാനായിട്ടുള്ള പിശാചിൻ്റെ പ്രലോഭനം, സഹനങ്ങളെ, കുറവുകളെ, കുരിശുകളെ മാറ്റിക്കൊണ്ട് ശക്തി തെളിച്ച് ലോകത്തിൽ വിജയിക്കുവാനായിട്ടുള്ള ഒരു പ്രലോഭനം പിശാച് എപ്പോഴും മനുഷ്യ ജീവിതങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവിക ശക്തിയെ വെല്ലുവിളിക്കുന്ന മനോഭാവമാണ് രണ്ടാമത്തെ പരീക്ഷണമെന്ന് തിരിച്ചറിയണം. ദൈവിക ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ട് അടയാളങ്ങൾക്ക് വേണ്ടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി ഇന്ന് മനുഷ്യൻ ഓടുന്ന ഒരു കാലഘട്ടം നമുക്ക് ചുറ്റുപാടുമുണ്ട്. എത്രമാത്രം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചുറ്റുപാട് സംഭവിച്ചിട്ടും ഇതെല്ലാം കണ്ടിട്ടും സംതൃപ്തിയില്ലാതെ മനുഷ്യൻ ഇന്ന് അഹങ്കരിച്ചുകൊണ്ട് അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവികതയെ വെല്ലുവിളിക്കുന്ന മനോഭാവം ഒരു വ്യക്തി ഉള്ളിൽ സൂക്ഷിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ രണ്ടാമത്തെ പിശാചിൻ്റെ ഈ പരീക്ഷണ വലയത്തിലാണ്. ഇപ്പോൾ മരുഭൂമിയിൽ അപ്പമുണ്ടാക്കി ഭക്ഷിച്ചാൽ ആരും അറിയില്ല എന്ന ആ പിശാച് അത് പിന്നെ അടുത്ത രീതിയിൽ ഈശോയെ കൊണ്ടുപോകുന്ന എന്താണ്? ഇതെല്ലാവരും കാണും. ഈ പരീക്ഷണം എന്ന് പറയുന്നത് ഇത് എല്ലാവരും കാണുന്നതാണ്. നീ ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടിക്കഴിയുമ്പോൾ ഇത് എല്ലാവരും കാണുന്നു. അപ്പോൾ ഈ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള അത്ഭുതങ്ങളുടെ പിന്നാലെ, അടയാളങ്ങളുടെ പിന്നാലെ ആധുനിക മനുഷ്യൻ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതും പിശാചിൻ്റെ ഒരു പ്രലോഭനമാണെന്ന് തിരിച്ചറിയണം.
അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടല്ല നമ്മുടെ വിശ്വാസ ജീവിതത്തെ വർദ്ധിപ്പിക്കേണ്ടത്. ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 29 കാണുന്നുണ്ട്, ജനക്കൂട്ടം വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, ഈ തലമുറ ദുഷിച്ച തലമുറയാണ്. അടയാളങ്ങൾ അന്വേഷിക്കുന്ന ജനത്തോട് ഈശോ പറയുന്നത് എന്താണ്? യോനയുടെ അടയാളമാണ്. യോന 3 ദിവസം തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞതുപോലെ മനുഷ്യപുത്രനും 3 ദിവസത്തിന് ശേഷം ഉത്ഥാനത്തിലൂടെ കടന്നു വരും. ഇതാണ് ഏറ്റവും വലിയ അടയാളം. ക്രിസ്തു കൊടുക്കുന്ന അടയാളം ഇതാണ്. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ന് മനുഷ്യൻ അടയാളങ്ങൾ അന്വേഷിച്ച് ഓടുകയാണ്. യേശുവിൻ്റെ കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശിൻ്റെയും അതിലൂടെ അതിനെ അതിജീവിച്ച ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെയും ഉദ്ധിതനായ യേശുവിൻ്റെയും സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യത്തിലുള്ള ആ അടയാളത്തെ വിസ്മരിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യൻ താൽക്കാലികമായ രോഗശാന്തിക്ക് വേണ്ടി, ഭൗതിക അത്ഭുതങ്ങൾക്ക് വേണ്ടി, ഈ ശാരീരികമായ തൃപ്തി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന അത്ഭുതങ്ങളുടെ പിന്നാലെ ഇന്ന് മനുഷ്യൻ ഓടുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ പിശാചിൻ്റെ ഈ 2ാമത്തെ പരീക്ഷണത്തിൻ്റെ വലയത്തിലാണ്. അതിനെ പൊട്ടിച്ച് പുറത്തു വരുവാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ അടയാളമെന്ന് പറയുന്നത്, ലോകത്തെ വിസ്മയിപ്പിക്കുന്ന, ഇന്നും യുഗാന്ത്യം വരെ ലോകം അവസാനിക്കുന്നിടത്തോളം കാലം ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ഏറ്റവും വലിയ ദൈവത്തിൻ്റെ അടയാളമെന്ന് പറയുന്നത് കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശും ഇതിലെ ഈശോയുടെ സാന്നിധ്യവും വചനത്തിലെ ഈശോയുടെ സാന്നിധ്യവുമാണ്. ഈ അത്ഭുതത്തെ, ഈ അടയാളത്തെ വിസ്മരിച്ചുകൊണ്ട് ഇതിൻ്റെ മഹത്വം മറന്നുകൊണ്ട് നമ്മൾ താൽക്കാലികമായ നേട്ടങ്ങളുടെ പിന്നാലെ ഇന്നോ അനേകർ ഓടുന്നുണ്ട്. ആത്മീയ വരദാനങ്ങളെപ്പോലും പ്രശസ്തിക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി വിൽപ്പന ചരക്കുകളാക്കി മാറ്റുന്ന ഒരു ആധ്യാത്മികത നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാനായിട്ട് സാധിക്കും. ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കാതെ, ക്രിസ്തുവിൻ്റെ കാൽവരി ബലിയുടെ ഏറ്റവും വലിയ അടയാളത്തെ ഉയർത്തി കാണിക്കാതെ ഇന്ന് പലതരത്തിൽ ഇന്ന് ആത്മീയതയെ കച്ചവടമാക്കുന്ന മനോഭാവങ്ങൾ ഇന്ന് ചുറ്റുപാടുകളിൽ കാണുമ്പോൾ, ആ മനോഭാവങ്ങൾ വ്യക്തികൾ എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പിശാചിൻ്റെ 2ാമത്തെ പരീക്ഷണത്തിൻ്റെ വലയത്തിലാണ്. നമ്മൾ കാണുന്നുണ്ട് പ്രിയമുള്ളവരെ, പത്രോസ്ലീഹായുടെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 5-ാം വാക്യം, ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, വിനയമുള്ളവർക്ക് കൃപ നൽകുന്നു. എളിമയുടെ ഭാവമായിരിക്കണം 2ാമത്തെ പരീക്ഷണം. ആ അഹങ്കാരം എന്ന ചിന്തയെ എളിമ കൊണ്ട് ക്രിസ്തു അതിനെ തോൽപ്പിക്കുകയാണ്. എളിമ കൊണ്ട് ആ തിന്മയെ കീഴടക്കുകയാണ്. കാരണം നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അനേകര് വിളിക്കുമ്പോഴും, പരീക്ഷകൻ ആ മരുഭൂമിയിലെ ആദ്യത്തെ പരീക്ഷ തൽക്കാലത്തേക്ക് വിട്ടിട്ട് പിന്നെ അവൻ പോയി എന്നാണ് ബൈബിളിൽ പറയുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അവൻ ഈശോയുടെ കുരിശുമരണത്തിൻ്റെ സമയത്ത് കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ ഈ പരീക്ഷകൻ വീണ്ടും വന്നിട്ട് ജനങ്ങളുടെ വായിലൂടെ സംസാരിക്കുകയാണ്. എന്താണ്? നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, ഇവിടെ ഒരു അത്ഭുതം കാണിക്കുക, എല്ലാവരും നോക്കി നിൽക്കെ, നീ ഒരു അത്ഭുതം കാണിക്കുക, എല്ലാവരും നിന്നെ വിശ്വസിക്കട്ടെ. അഹങ്കാരത്തിൻ്റെ ആ തിന്മ കൊണ്ട് അത്ഭുതങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ഈശോ ഈ പരീക്ഷണത്തെ തോൽപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. ഈശോ കാരണം അവൻ മരണം വരെ അവൻ അനുസരണമുള്ളവനായി, അവൻ താഴ്മയോടെ നിന്നു. യേശുവിൻ്റെ മനോഭാവം എന്താണ്? അവൻ വളരണം, ഞാൻ കുറയണം. ഇന്ന് പലതരത്തിൽ ആത്മീയ തലത്തിൽ നിൽക്കുന്നവരൊക്കെ യേശു വളരണമെന്നല്ല, ഞാൻ വളരണം, എൻ്റെ പ്രശസ്തി, എൻ്റെ പേരുയരണം, എൻ്റെ മഹത്വം ലോകം അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രശസ്തിക്ക് വേണ്ടി നമ്മൾ ഓടുമ്പോൾ, ദൈവത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ നമ്മൾ അഹങ്കരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ 2ാമത്തെ പരീക്ഷണത്തിൽ നമ്മൾ തോൽക്കുകയാണ്. ഈ പരീക്ഷണത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് സാധിക്കണമെന്നാണ് ഈശോ ഈ പരീക്ഷണത്തെ തോൽപ്പിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത്. ഈശോ ഈ പരീക്ഷണത്തെ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. പലപ്പോഴും നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുന്നവരാണ്. ആത്മീയ തലങ്ങളിൽ ദൈവത്തെ പരീക്ഷിക്കുന്ന മനോഭാവങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ പിശാചിൻ്റെ പരീക്ഷണ വലയത്തിലാണ്. അതിനെ കീഴ്പ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. 3ാമത് ഈശോ അഭിമുഖീകരിച്ച പരീക്ഷ, ആധുനിക ലോകത്തിലെ മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ, വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവന് കാണിച്ചു കൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ആധുനിക മനുഷ്യൻ ഇന്ന് ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി പിശാചിനെ ആരാധിക്കുവാൻ പോലും മടിയില്ലാത്ത അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ഏകസത്യ ദൈവമായ ദൈവത്തെ, തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ ആരാധിക്കാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ പോലും മാറ്റിവെക്കാനും ആരുടെയും മുമ്പിലും മുട്ടുമടക്കാനും തയ്യാറാകുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇതുപോലെ നമ്മൾ ഈ പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ യേശു ചെയ്തതുപോലെ സാത്താനെ ദൂരെ പോവുക എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയ്ക്ക് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36 ഈശോ പിലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഐഹികമല്ല. കാരണം ഈ ലോകത്തിലെ ഒരു വലിയ നേട്ടവും ഈ ലോകത്തിലെ സമ്പാദ്യങ്ങളും വാരിക്കൂട്ടുവാൻ വിളിക്കപ്പെട്ടവനല്ല മനുഷ്യജീവിതം. ഈ ലോകത്തിലെ വസ്തുവകകൾ അവന് ദൈവം നൽകിയിരിക്കുന്നത് അത് ആവശ്യാനുസരണം ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. അതല്ലാതെ ഇതെല്ലാം മുഴുവനും എനിക്ക് സ്വന്തമാക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് വളഞ്ഞ വഴിയും ചെയ്യുമെന്ന് പറയുന്ന ഒരു മനോഭാവം ഇന്ന് ചുറ്റുപാടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി നാം എവിടെയെല്ലാം ദൈവത്തെ ഉപേക്ഷിക്കുന്നുവെന്ന് അനുദിനം നമ്മൾ ചോദിക്കണം. ഈ പരീക്ഷണം നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കടന്നു വരാനായിട്ട് സാധിക്കും. ദൈവത്തിന് ഇഷ്ടമില്ലാതെ, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന കൊടുക്കാതെ നമ്മൾ പിശാചിനെ ആരാധിച്ചുകൊണ്ട് നേട്ടങ്ങൾക്ക് വേണ്ടി ഓടുന്നുണ്ടോ? നാടോടുമ്പോൾ നടുവേ ഓടണമെന്നുള്ള മനോഭാവത്തോടെ വെട്ടിപ്പും തട്ടിപ്പും അല്ലെങ്കിൽ കച്ചവടം മേഖലകളിൽ പോലും ഈ ലോകത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ മറന്ന് നമ്മൾ നിലപാടെടുക്കുന്നുണ്ടോ? ദൈവത്തെ ആരാധിക്കാതെ പിശാചിനെ ആരാധിക്കുന്നുണ്ടോ? ഒരു വ്യവസായി അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരനോട് പറഞ്ഞു, കാരണം നമ്മളെല്ലാ ഒറിജിനൽ സാധനം വിറ്റിട്ട് കാര്യമില്ല, നമുക്കിത്തി അല്പം സമ്പാദ്യമൊക്കെ വേണം, കുറച്ച് ഇതൊക്കെ നേട്ടങ്ങൾ വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൂടി ഇതിനോട് വിൽക്കണം. എന്നാൽ ഈ മനസാക്ഷിയുള്ള ഈ വ്യക്തി ദൈവത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസിയായതുകൊണ്ട് ഈ ജോലിക്കാരൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഒറിജിനലാണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും വിൽക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ആ തൊഴിലുടമസ്ഥൻ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഇവനൊരു പോഷനായിട്ട് തോന്നാം. കാരണം ലോകം എങ്ങനെയാണ് ഈ ലോകത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് തിന്മ പ്രവൃത്തികളും ചെയ്ത് ദൈവത്തെ പോലും ഉപേക്ഷിച്ച് പിശാചിനെ ആരാധിക്കുന്ന രീതിയിൽ നീങ്ങുന്ന ഒരു ലോകത്തെ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മനസ്സാക്ഷിയെ നമ്മൾ അടിയറ വയ്ക്കുമ്പോൾ മൂന്നാമത്തെ ഈ പരീക്ഷണത്തിൽ നമ്മൾ തോൽപ്പിക്കപ്പെടുകയാണ്. പിശാച് തരുന്ന ഈ മൂന്നാമത്തെ ഈ പരീക്ഷണം നീതിബോധമില്ലാതെ പിശാചിന് നമ്മുടെ ജീവിതത്തെ അടിയറ വയ്ക്കുകയാണ്. എന്തിനു വേണ്ടി? ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി. ഈ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, യേശു കടന്നുപോയ 3 പരീക്ഷണങ്ങൾ. ശരീരത്തിന് വേണ്ടി മാത്രം ജീവിക്കേണ്ടതാണോ ഈ ഭൂമിയിലെ ജീവിതം? അപ്പമാണോ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതോ ആത്മാവിന് വേണ്ടിയുള്ള നിലപാടുകളാണോ? രണ്ടാമത് നമ്മൾ കണ്ടു, ദൈവത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ലോകത്തിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി അത്ഭുതങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ജീവിതമാണോ? എങ്കിൽ അത് ദൈവികമല്ല. മൂന്നാമത്, ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവകകൾ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമ്മൾ ഉപയോഗിക്കുകയും മറ്റുള്ള ഭൗതിക വസ്തുക്കളുടെ പിന്നാലെ അതിൻ്റെ നേട്ടത്തിന് വേണ്ടി, അത് വാരിക്കൂട്ടാൻ വേണ്ടി ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ ആരാധിക്കാതിരിക്കുവാനും നമ്മൾ തയ്യാറാകണം. ഈ ദിനത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. അനുദിന ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞാനും നിങ്ങളും. യേശു കടന്നുപോയ ഈ 3 പരീക്ഷണങ്ങൾ അനുദിന ജീവിതത്തിൽ നമ്മളും അഭിമുഖീകരിക്കുന്നുണ്ട്. യേശു എടുത്ത നിലപാടുകൾ നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? യേശു എടുത്ത നിലപാടുകളെടുത്ത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പരീക്ഷകളെ കീഴ്പ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിക്കുവാനായിട്ടുള്ള കൃപാവരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അനുദിന ജീവിതത്തിൽ ഈ ഭൂമിയിലായിരിക്കുന്ന ഞങ്ങൾ വിവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരാണല്ലോ. മരുഭൂമിയിലെ ഈശോ കടന്നുപോയ 3 പരീക്ഷണങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിലും അതിന് സമാനമായ ജീവിത സാഹചര്യങ്ങളും പരീക്ഷകളും ഉണ്ടാകുമ്പോൾ ഈശോ എടുത്ത നിലപാടെടുക്കുവാൻ, ധീരതയോടെ ആ പരീക്ഷകളെ തോൽപ്പിച്ച് പിശാചിൻ്റെ പ്രവൃത്തികളെ ഉന്മൂലനം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.